ചിങ്ങിണിക്കാട്ടിലെ രാജാവാണ് ഷേരുസിംഹം. രാജാവായാൽ ഒരു ഗമയൊക്കെ വേണ്ടേ? പിന്നല്ലാതെ. ഷേരു മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല ഗമയോടെയാണ് നടപ്പ്. ആരോടെങ്കിലും കൂട്ടുകൂടിയാലോ തമാശ പറഞ്ഞാലോ സ്വന്തം വില പോകുമോ എന്ന ഒരു അനാവശ്യ പേടി ഷേരുവിനുണ്ട്. അതുകൊണ്ട് കാട്ടിലെ മൃഗങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യാതെയാണ് ആശാന്റെ നടപ്പ്. ചെറിയ മൃഗങ്ങളോടാണെങ്കിൽ പരമപുച്ഛവും. ഷേരുവിനെ അതുകൊണ്ട് തന്നെ ആർക്കും അത്ര ഇഷ്ടമല്ല. ആരും ഷേരുവിനോട് മിണ്ടാനും പോകാറില്ല. ആരും തന്നോട് മിണ്ടാത്തത് ബഹുമാനവും പേടിയും കൊണ്ടാണ് എന്നാണ് ഷേരുവിന്റെ വിചാരം. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഷേരു കാട്ടിലൂടെ പോവുകയായിരുന്നു. അപ്പോൾ അതാ വരുന്നു കുഞ്ഞനുറുമ്പ്. കുഞ്ഞനുറുമ്പ് എന്തോ തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഷേരു വരുന്നത് അവൻ അറിഞ്ഞില്ല. ഓ, ഇവനെന്നെ കണ്ടിട്ട് ഒരു പേടിയും ബഹുമാനവും ഇല്ലല്ലോ, ഷേരു വിചാരിച്ചു. ഇവനെ ഒന്ന് പേടിപ്പിച്ച് കളയാം. ഇങ്ങനെ വിചാരിച്ച് ഷേരു പറഞ്ഞു, എടാ, എന്താ ഒരു മൈൻഡുമില്ലാതെ പോകുന്നേ? ഞാനിവിടത്തെ രാജാവാണെന്ന് നിനക്കറിയില്ലേ? വെറും ഒരു പ്രജയായ നിനക്ക് ഇത്ര അഹങ്കാരമോ? ഉറുമ്പ് ഞെട്ടിപ്പോയി. ഷേരുവിന്റെ ശബ്ദം കേട്ടപ്പോൾ മാത്രമാണ് ഷേരു അടുത്തുണ്ടെന്ന് ഉറുമ്പ് മനസ്സിലാക്കിയത്. ഉറുമ്പ് പറഞ്ഞു, അയ്യോ, ഞാൻ രാജാവിനെ കണ്ടില്ല. കുറച്ച് തിരക്കിലായിപ്പോയി, ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ്, ക്ഷമിക്കണം. ഇത് കേട്ട് ഷേരു പറഞ്ഞു, ഇനി ഇങ്ങനെയെങ്ങാനും വീണ്ടും സംഭവിച്ചാൽ ശരിയാക്കി കളയും നിന്നെ ഞാൻ. ഇത് കേട്ടതും ഉറുമ്പ് പറഞ്ഞു, അയ്യോ, ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കില്ല, ഞാൻ സൂക്ഷിച്ചോളാം. ഇത് കേട്ടതും ഷേരു അവിടെ നിന്നും പോയി. ഹോ, രാജാവാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആരോടും സ്നേഹമോ കരുണയോ ഒന്നുമില്ല. സംസാരിക്കാൻ പോലും അറിയില്ല. എന്തൊരു രാജാവാണപ്പാ. നടന്നു പോകുന്ന ഷേരുവിനെ നോക്കി ഉറുമ്പ് പറഞ്ഞു. ഉറുമ്പിനെ പേടിപ്പിച്ച സന്തോഷത്തോടെ മുന്നോട്ട് നടന്ന ഷേരുവിന്റെ മുന്നിൽപ്പെട്ടത് ഒരു ചെറിയ ചിത്രശലഭമാണ്. പൂക്കളിൽ നിന്നും പരമാവധി തേൻ ശേഖരിക്കുന്ന തിരക്കിലായിരുന്നു അവൾ. അവളുണ്ടോ ഷേരുവിനെ കാണുന്നു? ഷെടാ, ഇന്ന് ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, ഷേരു വിചാരിച്ചു. എന്നിട്ട് പതുക്കെ ചിത്രശലഭത്തിന്റെ തൊട്ടു പിന്നിൽ പോയി ഒരൊറ്റ അലർച്ച. അലർച്ച കേട്ടതും അവൾ ഞെട്ടിപ്പോയി. എന്താ, എവിടുന്നാ ഈ ശബ്ദം വന്നതെന്നറിയാതെ അവൾ നാലുപാടും നോക്കി. എന്റെ അമ്മോ, അതാ നിൽക്കുന്നു ഷേരു. ഷേരുവിനെ കണ്ടതും ചിത്രശലഭം കൈകൂപ്പി നമസ്കരിച്ചു. ആരിത്, രാജാവോ? ഞാൻ കണ്ടില്ലായിരുന്നു, ക്ഷമിക്കണം. പെട്ടെന്ന് ശബ്ദം കേട്ട് ഞാനങ്ങ് പേടിച്ചു പോയി. ഇത് കേട്ടതും ഷേരുവിന് സന്തോഷമായി. ഇങ്ങനെ മൃഗങ്ങളെ പേടിപ്പിക്കുന്നതില് ഒരു സുഖമൊക്കെ ഉണ്ട്, അവൻ വിചാരിച്ചു. കുറച്ചു ദൂരം നടന്നപ്പോൾ അതാ നിൽക്കുന്നു തങ്കുതേനീച്ച. അവനെയും കൂടെ ഒന്ന് പേടിപ്പിച്ചു കളയാം, ഷേരു വിചാരിച്ചു. എന്നിട്ടോ അടുത്തുപോയി ഉറക്കെ ഒരു അലർച്ചയോടെ പറഞ്ഞു, എന്താടാ, എന്നെ കണ്ടിട്ട് ഒരു പേടിയുമില്ലേ നിനക്ക്? ഇത് കേട്ട തങ്കുതേനീച്ച ചോദിച്ചു, അതിന് നിന്നെ കണ്ട് ഞാനെന്തിനു പേടിക്കണം? അല്ല, ഇങ്ങനെ ആരും അറിയാതെ പുറകിൽ വന്ന് അലറിക്കഴിഞ്ഞാൽ ആരായാലും ഒന്ന് പേടിക്കും, അത് സത്യമാ. ഇത് കേട്ട ഷേരുവിന് ദേഷ്യം വന്നു. എന്ത്, രാജാവായ എന്നെ നീ എന്നാണ് വിളിക്കുന്നത്? നിനക്ക് ഒരു ബഹുമാനവുമില്ല. നീ എന്റെ ഒരു കൈക്ക് തികച്ചില്ല, അതോർത്തോളണം. ഇത് കേട്ടതും തങ്കുവിന് ദേഷ്യം വന്നു. അവൻ ഷേരുവിന്റെ കഴുത്തിലും മുഖത്തും കാലിലും കൈകളിലുമെല്ലാം ആവശ്യത്തിന് നല്ല കുത്തുകൊടുത്തു. വേദന കൊണ്ട് ഷേരു പുളഞ്ഞു. പുറത്തീ വർത്തമാനം അറിഞ്ഞാൽ നാണക്കേടല്ലേ? അതുകൊണ്ട് ഷേരു വാലും ചുരുട്ടി വായും പൊത്തി അവിടെ നിന്നും ഓടടാ ഓട്ടം.